കൂട്ടുകാരെ അങ്ങനെ അതെ നമ്മുടെ അച്ഛനും അമ്മയും കൂടി ഒരെണ്ണം വരെയും പോവുകയാണ്. അമ്പലത്തിൽ പോകണമെന്ന്. അപ്പോൾ അതാണ് നമ്മുടെ ശരണ്യതേ നോക്കി നിൽക്കണം. മൊത്തം മേല് മൊത്തം നനഞ്ഞിരിക്കുകയാണ്. ശരണ്യ അല്ലല്ലേ ഇന്ന് ഒറ്റക്കുള്ള പാചകമാണല്ലേ? അതെ ദേ ശരണ്യ അത് തക്കാളി കറി ഏതാണ്ടൊക്കെ വെക്കുന്നുണ്ട്. മൊത്തം നനഞ്ഞിരിക്കുകയാണല്ലോ. ശരണ്യ കഴുകിയപ്പോ ശരണ്യയുടെ മേത്ത് വെള്ളം ഒഴിച്ചു. ഇനി ഇതൊക്കെ കഴിഞ്ഞ് മൊത്തം നനഞ്ഞിരിക്കുകയാണ് ശരണ്യ. അച്ഛനും അമ്മയൊന്നും ഇല്ല. ഇത് പിന്നെ ഇനി എന്തിനുള്ളതാന്ന് ആണല്ലേ? വെണ്ടക്ക മെഴുക്ക് വരട്ടിയാണല്ലേ? ഇന്ന് പച്ചക്കറിയാണ്. നാളെ ബലിയിടണ്ട. വാവുബലി വാവുബലി എൻ്റെത് ചെന്നെ ബാഹുബലി ആക്കിക്കളെ. വാവുബലി ദൈവമേ ബാഹുബലിനെ ബാഹുബലി ആക്കി കളഞ്ഞല്ലേ. കൂട്ടുകാരെ ഇനി ഇതൊക്കെ ഒന്നായി വരട്ടെ. ഇതൊക്കെ നമ്മൾ മുമ്പൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ഇന്ന് ഒത്തിരി വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് ഇന്ന് നേരവും കിട്ടിയില്ല. അതുപോലെ തന്നെ കൂട്ടുകാരെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. മൊത്തം വൃത്തികേട് ശരണ്യാണ്. ആകെ മൊത്തത്തിൽ ശരണ്യയുടെ ഡ്രസ്സ് ആദ്യം കൊണ്ട് മാറ്റി. എന്നിട്ട് കുളിച്ച് സുന്ദരി കുട്ടിയാകും. തിരക്കോട് തിരക്കാണ്. അതെന്താ നമ്മൾ തക്കാളി വെച്ച കടുകുറുത്ത പാത്രമാണ്. ശരണ്യ അപ്പം ചുടണ ചട്ടി തന്നെ എല്ലാം ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത്രയും പാത്രം ഇവിടെ കിടന്നിട്ട് ശരണ്യ ഒരു പാത്രം ഇഷ്ടപ്പെട്ട അതിന്മേ തന്നെ ചെയ്യും. ആണല്ലേ? ഇന്ന് ഈ വെണ്ടക്ക മെഴുക്ക് വരട്ടിയും ഇതൊക്കെ ഉള്ള രണ്ടൈറ്റം ഉള്ളല്ലേ? തക്കാളിക്കറിയും വെണ്ടക്ക മെഴുക്ക് വരട്ടി. ഇതന്നെ വെണ്ടക്കായ്ക്ക് അതേപടി കിടക്കണല്ലോ. അത് പച്ചമുളകാണ്. ഞാനോടത്തത് വെണ്ടക്കായാണ്. ഞാനോടത്തിന് അരിയാൻ വിസയിപ്പോയാണ്. അതിന് അതേപടി ഇട്ടു സമ്മതിക്കണം. ആണോ? അപ്പൊ ഇനി ഇതൊന്ന് എൻ്റെ ഇടക്ക് ശരണ്യതേ പാചകത്തിൻ്റെ ഇടക്ക് തേക്കണല്ല. അങ്ങനെ മിഷ്യത്തി തുണിയൊക്കെ ഇട്ട് അതുകൂടി കഴുകിക്കൊണ്ടിരിക്കുന്നു. ഞാനെടുത്തു തരാം. ശരണ്യക്ക് എത്താൻ പാടാണ്. ടോബി ഉടനെ കുരക്കും. നമ്മുടെ അമ്മ കഴിഞ്ഞ ദിവസം അലക്കാൻ വന്നപ്പോ അവൻ അലക്കിച്ചില്ല. കിടന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വന്ന അലക്കിയത്. അയ്യോ ശരണ്യക്ക് പൊക്കാൻ പാടാണ്. അത് ഇച്ചിരി കട്ടിയുള്ള സെറ്റി കവറാ. സൂക്ഷിക്കണം കേട്ടാ അവിടെ നിന്ന് കുനിയുമ്പോഴൊക്കെ. അതുകൊണ്ടാ പറഞ്ഞത്. അത് എത്താഞ്ഞിട്ട് ശരണ്യ ഇത് കണ്ട സ്റ്റൂളിൻ്റെ പുറത്ത് നിന്നാണ്. സൂക്ഷിക്കണേ. ആരെങ്കിലും ഉള്ളപ്പോഴേ ഇങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ. ഞാൻ എടുത്തു വെച്ച വെണ്ടയ്ക്കത്തെ ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലേ? പിന്നെ ശരണ്യ സഹായിക്കും. ശരണ്യ തുണിയുടെ പുറകെയൊക്കെ പോണ കാരണം ഞാൻ കുറച്ച് വെണ്ടക്കായൊക്കെ ഒന്ന് മെഴുക്ക് വരട്ടി വെച്ചേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇളക്കി കൊടുക്കണ്ടേ? അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ശരണ്യായിട്ട് നടന്ന് രണ്ടുപേരും കൂടി അങ്ങോട്ട് ചെയ്തോളൂ. കൂട്ടുകാരോട് വല്ലതും പറയാനുണ്ടോ? കൂട്ടുകാരോടാ? പിന്നെ കൂട്ടുകാരല്ലേ നമ്മളെ എല്ലാം. കാരണം കൂട്ടുകാർ തരുന്ന സപ്പോർട്ടാണ് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യാനും എല്ലാത്തിനും. അപ്പൊ എല്ലാ കൂട്ടുകാരോടും നമുക്ക് നന്ദി മാത്രം. നാളെ എല്ലാ കൂട്ടുകാരും ചെല്ലവരും വെളിയിടാനെല്ലാം പോവായിരിക്കും അല്ലേ? അതെ.
നാളെ എല്ലാവരും ബലിയിടാൻ പോകുന്ന ദിവസമാണ്. അച്ഛനും അമ്മമാർക്ക് മറ്റ് അപ്പൂപ്പനും അമ്മമ്മയ്ക്കും എല്ലാവർക്കും ബലിയിടാനായിട്ടൊക്കെ പോകുന്നതാണ്. എൻ്റെ കൂട്ടുകാരൻ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വിശ്വാസം, നമ്മൾ ബലിയിടാൻ പോകുന്നതെല്ലാം നമ്മുടെ വിശ്വാസം. എന്നാലും ആ വിശ്വാസം നിലനിൽക്കട്ടെ, രക്ഷിക്കട്ടെ. എന്നാലും നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അവരോട് നമ്മൾ മാക്സിമം സ്നേഹത്തിൽ പെരുമാറണം. അവർക്ക് ഈ പ്രായത്തിലെ വെള്ളം തിരക്കിട്ട ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾക്കായിട്ട് നമ്മൾ തിരക്കെല്ലാം മാറ്റി വെച്ച് ഇച്ചിരി നേരം ഇരിക്കണം. അവർക്ക് വേണ്ട ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ മേടിച്ചല്ല നമ്മൾ ഒന്നിച്ചൊക്കെ ഒന്ന് കൂടിയൊക്കെ വരുമ്പോൾ അതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ബലിയിടണമെന്ന് ഞാൻ എതിരല്ല കേട്ടാ പറയണം, ഒരിക്കലും അല്ല. കാരണം ഇവിടെ അച്ഛനും അമ്മയൊക്കെ ബലിയിടാൻ നാളെ പോകുന്നുണ്ട്. അത് വേണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അവരെ ഒന്ന് ഓർക്കണം. അതിനിങ്ങനെയുള്ള ചടങ്ങ് നല്ലതാണ്. പക്ഷെ എന്നിരുന്നാലും പ്രായമായ അച്ഛനമ്മമാരെയൊക്കെ ഒന്ന് സ്നേഹിക്കുക, ബഹുമാനിക്കുക. അതല്ലേ വേണ്ടത്. അവരോട് ഓണസദ്യ തിന്നുവേ. ഓണം വരുമ്പോ ഓണസദ്യ ഇപ്പൊ എല്ലാവർക്കും അന്ന് ഓണത്തിന് വരാൻ പറ്റണമെന്ന് അത് ഗൾഫിൽ കിടക്കുന്നവർക്ക് പാടായിരിക്കും. നമുക്ക് കിട്ടുന്ന സമയം അവരോട് ഇച്ചിരി നേരമെങ്കിലും സന്തോഷത്തോടു കൂടി ചെലവഴിക്കുക. കാരണം കുഞ്ഞിലേ തൊട്ട് അവര് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഒരു ദിവസമെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് ആരും എന്നോട് പിണങ്ങരുത് കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടേ ക്ഷമിക്കുക. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ വെണ്ടക്ക മെഴുക്ക് വരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ തക്കാളി കറി, അപ്പം അതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്ന് ഇത് 2 ഐറ്റേ നമുക്കുള്ളൂ. കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കാര്യങ്ങൾ. കാരണം അച്ഛനും അമ്മയൊക്കെ ഇനി ഉച്ചക്ക് ചോറുണ്ണാൻ ഇച്ചിരി താമസിക്കും. അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, എല്ലാവരും അച്ഛനമ്മമാരെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്. എന്നാലും അവരുടെ മനസ്സറിഞ്ഞ് ഒരു ദിവസം അവർക്ക് സന്തോഷത്തോടെ നിൽക്കാൻ വേണ്ടിയാ പറഞ്ഞ്. എന്തെങ്കിലും തെറ്റുണ്ടെ ക്ഷമിക്കുക. ഒന്നുകൂടി പറയുന്നു, അതെ. അപ്പൊ കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയോളം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാം. അപ്പൊ നല്ലൊരു വീഡിയോയ്ക്ക് നാളെ വരുന്നതായിരിക്കും. ബൈ.